ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇന്നിപ്പോൾ കോൺഗ്രസിനൊപ്പം BJPയും ഈ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവിശ്വാസമുണ്ട് എന്നത് ശരിയാണ്. ആദ്യം തന്നെ BJP ആദ്യഘട്ടം മുതൽ സംസ്ഥാന സർക്കാരിന്റെ പേരോളിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കോടതിയിലേക്ക് അന്വേഷണ റിപ്പോർട്ട് എത്തി കോടതി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ 4 ആഴ്ചത്തെ സമയം കൂടി നൽകുന്നു. N. വാസുവും A. പത്മകുമാറും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ CPMന് ഞങ്ങളുടേതല്ല എന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള നേതാക്കൾ അറസ്റ്റിലാകുന്നു. പാർട്ടി ഇപ്പോഴും പറയുന്നത് പാർട്ടി അംഗമാണ്, അല്ലാതെ ജനപ്രതിനിധി അല്ല എന്ന നിലയ്ക്ക് രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇന്നലത്തെ പോലും കോടതി ഉത്തരവിൽ കൃത്യമായി ഈ ആളുകളുടെ ഇടപാടും ഈ ആളുകളുടെ ഇടപെടലും അവരുടെ സമ്മർദ്ദവും അടക്കമുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുമ്പോഴും മാറ്റി നിർത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക്, ആത്മവിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് എത്താൻ കഴിയുക? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ ബോധ്യമുണ്ട്. ഈ പിണറായി സർക്കാർ കൺസൾട്ടൻസി കോഴ മുഖമുദ്രയാക്കിയിട്ടുള്ള ആളുകളാണ്. ബഡ്ജറ്റ് പോലും കോഴ എങ്ങനെയുണ്ടാക്കുക, ബഡ്ജറ്റിൽ നിന്ന് ഇങ്ങനെ പണം അടിച്ചു മാറ്റാൻ ചിന്തിച്ചുകൊണ്ട് കൺസൾട്ടൻസി കോഴ മുഖമുദ്രയാക്കിയ ആളുകളാണ്. അതിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റുന്ന കാര്യമായിക്കോട്ടെ, പൊതുഖജനാവിൽ നിന്ന് സമ്പത്ത് അടിച്ചു മാറ്റുക, ഇതിൽ കൃത്യമായിട്ടൊരു വലിയ രീതിയിൽ ഇതിനകത്തൊരു ഡോക്ടറേറ്റ് ഒരു പ്രത്യേക സംഘം തന്നെ ഈ പിണറായി സർക്കാരിന് 10 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങളെല്ലായ്പ്പോഴും ഞാൻ സൂചിപ്പിച്ചത് ഒരു പൊതുവ്യവസ്ഥിതി അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളാണ് കേരളത്തിൽ കാണുന്നത്. അത് കൃത്യമായിട്ട് ഈ അന്വേഷിക്കുന്നത് ആരാ? പിണറായിയുടെ പോലീസ്. ആരാണ് കൊള്ള നടത്തിയിട്ടുള്ളത്? പിണറായിയുടെ ദേവസ്വം മന്ത്രിയും അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ. സ്വാഭാവികമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് അതിനകത്ത് കൃത്യമായി സുതാര്യത ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്ര ഏജൻസി വരണം, ഇതിനകത്ത് സത്യസന്ധമായ അന്വേഷണം നടക്കുന്നു എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ് അഴിമതി നടന്നിട്ടുള്ളതെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേവസ്വം മേഖലയിൽ അഴിമതി നടത്തിയിട്ടുള്ളത് UDF ഭരിക്കുന്ന സമയത്താണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നിങ്ങൾ മനസ്സിലാക്കണം, അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരനായിരുന്നു ദേവസ്വത്തിൻ്റെ സെക്രട്ടറി. അദ്ദേഹം 1.87 കോടി രൂപ പാത്രം മേടിച്ചുകൊണ്ടാണ് അഴിമതി നടത്തിയത്. പാത്രം ഇല്ലാത്ത ഒരു ബില്ല് കാണിച്ചുകൊണ്ട് പാത്രം മേടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും ദേവസ്വം ബോർഡിൻ്റെ അഴിമതിയെക്കുറിച്ച് പറയാൻ ഒരു അധികാരവും അവകാശവും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ശബരിമല അയ്യപ്പനിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. വിശ്വാസവും വികസനവും മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിൻ്റെ പൊതുപ്രശ്നം എന്ന രീതിയിൽ നേരത്തെ നമ്മുടെ ശില്പി പറഞ്ഞതുപോലെ ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച അവസാനത്തെ ഈ ശബരിമല കൊള്ളയിലെ വിക്കറ്റ് വീഴുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പിന്നെ പൊതുസമൂഹത്തിനൊരു വിശ്വാസ്യത വേണമെങ്കിൽ പുറത്തുനിന്നുള്ള ഏജൻസികൾ വരണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അന്വേഷണ സംഘത്തെ അവിശ്വാസമല്ല, പല ബാഹ്യ സമ്മർദ്ദങ്ങളും വിധേയമായിക്കൊണ്ട് പലതരത്തിലുള്ള അന്വേഷണത്തിന് മൊഴിമാറ്റലുകൾ ഉണ്ടാകാം. ചില വ്യക്തികൾ അയ്യപ്പനിലും നിയമത്തിലുമൊക്കെയാണ് വിശ്വാസം എന്ന് പറയുമ്പോഴും അങ്ങ് വളരെ പ്ലെയിനായി അങ്ങ് പറഞ്ഞു പോവുകയാണ്. ആരാണ് കൊള്ള നടത്തിയത്? അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് എന്ന് പറയുകയാണ്. രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഇങ്ങനെ വാദോരാതെ പറയാമെന്നതിനപ്പുറത്ത് കോടതിയെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നു. SITയിൽ നിങ്ങൾ അവിശ്വസിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കമന്റ് ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരല്ലേ എന്ന തരത്തിലുള്ളൊരു സംശയം മുന്നോട്ട് വെക്കുന്നു എന്നതിനപ്പുറത്ത്. പക്ഷെ എങ്ങനെയാണ് ഇതുവരെ ഒരു മൊഴിയും ഇല്ലാതിരുന്നിട്ടും വളരെ പ്ലെയിനായി അങ്ങനെ ഒരു കമന്റ് നടത്തിപ്പോകാൻ കഴിയുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി അത് ചൂണ്ടിക്കാണിക്കില്ലേ? ഇപ്പൊ കോടതിയുടെ കർശനമായ നിർദ്ദേശവും കോടതിയുടെ മാർഗനിർദ്ദേശവും അനുസരിച്ചാണ് ഇക്കണ്ട അറസ്റ്റ് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇത്രയുള്ള സിമ്പിൾ ലോജിക്കുള്ളൂ. കേരളത്തിലെ ദേവസ്വം മന്ത്രി അറിയാതെ, അന്നത്തെ ദേവസ്വം മന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു വലിയൊരു തീവെട്ടിക്കൊള്ളയ്ക്ക് ശബരിമല പോലെയുള്ള വിവാദ ഒരു പ്രദേശത്ത്, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു തീവെട്ടിക്കൊള്ളയ്ക്ക്, സ്വർണ്ണക്കൊള്ളയ്ക്ക് ഈ പറയുന്ന നമ്മൾ പറയുന്ന വൻപൻ സ്രാവ് എന്ന് പറയുന്ന പത്മകുമാർ മാത്രം വിചാരിച്ച് നടക്കുമോ? അത് കേരളത്തിലെ പൊതു മനസാക്ഷിക്ക് മുന്നിലൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഒരു പത്മകുമാർ തന്നെ പറഞ്ഞല്ലോ, ദൈവതുല്യരായിട്ടുള്ള ആളുകളെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിലെന്താ നമ്മളെ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് ചില പേരുകൾ വരും. അതുകൊണ്ട് എന്തൊക്കെ ഈ ദേവസ്വം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ദേവസ്വം പ്രസിഡന്റ് ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന അഴിമതിക്ക് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിന്റെ അറിവില്ലാതെ ഇത്തരത്തിലൊരു കടകംപള്ളി സുരേന്ദ്രന്റെ പേരാണ് കോൺഗ്രസും BJPയും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള മൊഴികളും ഇതുവരെയും ഇല്ല എങ്കിലും കൃത്യമായി ദൈവതുല്യൻ എന്ന A. പത്മകുമാർ നടത്തിയ പരാമർശവും വൻ തോക്കുകൾ എന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും അടക്കം നോക്കുകയാണ് എങ്കിൽ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം അന്നുണ്ടായിരുന്ന മന്ത്രി എന്ന നിലയ്ക്ക് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് സംശയത്തിന്റെ മുന നീളുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണം. ഇത്രമേൽ കർശനമായ, ഇത്രമേൽ മൂർച്ചയുള്ളൊരു ആയുധം അല്ലെങ്കിൽ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു 2 രാഷ്ട്രീയ പാർട്ടികൾ എന്നിരിക്കെ എന്താണ് വരും ദിവസങ്ങളിലെ പ്രതികരണം എന്നതുകൂടി നമുക്ക് നോക്കാം.